സതീഷ. അപ്പോൾ ശ്രീ പി വി ബേബി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അപ്പോൾ ശരിക്കും പരിശോധനകൾ കൂടിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇന്ന് രാവിലെ തന്നെ കുറേ വാർത്തകൾ ഞങ്ങൾ തന്നെ അതിനെക്കുറിച്ച് കൊടുത്തു. അപ്പോൾ ജനങ്ങൾക്ക് അവബോധമായി. പക്ഷേ നമുക്ക് ഒരുപാട് സമയം ഇതിന് കാത്തു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ നമ്മൾ കുറച്ച് സ്പീഡായിട്ടുണ്ടല്ലോ, ഒരു ചടലുമായിട്ടുണ്ട്. എന്താണ് അങ്ങ് ഈ ഏരിയയിലൊക്കെ കാണുന്ന തൃപ്പൂണിത്തുറ പരിസര പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത? ആളുകൾ ഇതുപോലെയുള്ള ഒളിവിടങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ധാരാളമായിട്ടുണ്ട്. കൂടുതലും അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്ന ഏരിയകളും അവരുടെ പ്രവൃത്തി മേഖലകളുമാണ് കൂടുതലായിട്ട് നമ്മൾ അവരിതിന്റെ കാരിയേഴ്സ് ആവുന്നുണ്ടോ? വളരെയധികം നമ്മുടെ നാട്ടുകാരെക്കാൾ ഉപരി അവർ വഴിയാണ് കൂടുതലായി നമ്മുടെ നാട്ടിലെത്തുന്നത്. നമ്മളും ഭിന്നമായിട്ടില്ല, അവരോടൊപ്പം നമ്മുടെ ആളുകളും ഉണ്ട്. എങ്കിൽ പോലും കൂടുതൽ അതിന്റെ സോഴ്സ് അന്യ സംസ്ഥാനക്കാരുടെ താമസ സ്ഥലവും അവർ ഈ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാടുണ്ടല്ലോ അവർ. അപ്പോൾ അവിടേക്കുള്ള അവരുടെ ഈ കിടപ്പറകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ പരിശോധിക്കുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? പ്രായോഗികമായ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരു തരത്തിലും അവർ റെസിസ്റ്റ് ചെയ്യുന്നില്ല. അവർ കണ്ടുപിടിക്കില്ല എന്നുള്ള അവരുടെ ഒരു ആത്മവിശ്വാസമാണ് ഒരു പരിധിവരെ ഇതിലേക്ക് നയിക്കുന്നത്. അവർക്കിടയിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? വളരെയധികം. കാരണം അവരും നമ്മുടെ ആളുകളും തമ്മിൽ മിങ്കിൾ ചെയ്ത് കഴിയുന്നത് കൊണ്ട് തന്നെ ഇൻഫർമേഷൻ കിട്ടുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങ് ധീരമായിട്ട് മുന്നോട്ട് പോവാ. പോലീസിനെയും എക്സൈസും ചേർന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നായി അണിചേരുമ്പോൾ ഇതിന് അവസാനം ഉണ്ടാകും എന്നാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന ഈ ദൗത്യത്തിന് എല്ലാവിധ പിന്തുണയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ പോലീസിനെയും എക്സൈസിനെയും ജനങ്ങൾ പിന്തുണയ്ക്കാനുള്ള പ്രചാരവേല ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് അസാധാരണമായ ലൈസൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഒൺലി വൺ തിങ്, അത് അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ കൊച്ചിയില് സിറ്റിയില് പലയിടങ്ങളിലായി ഇന്ന് ലാർജ് ക്വാണ്ടിറ്റി പിടിച്ചിട്ടുണ്ട്. അതും ഈ രാസലഹരി. ഇന്നലെ തന്നെ ഏതാണ്ട് 40ഓളം പേരെ, ഇന്നലെ രാത്രി ഉണ്ടായ ഒരു സ്പെഷ്യൽ ഡ്രൈവിൽ 40ഓളം പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും തന്നെ കേസുകൾ. കൊച്ചിയിൽ ഇത് ഇത്തിരി കൂടാൻ കാര്യം ഈ മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടാണോ? ഇത് കൊച്ചി എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവർ സമൂഹത്തിന്റെ ഒരു നല്ല ഒരു പരിച്ഛേദം തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. താങ്ക് യു ശ്രീ പി ബേബി. അങ്ങേ കാണാൻ പറ്റിയത് സന്തോഷം. അങ്ങയുടെ തിരക്കിലാണെന്നറിയാം. അങ്ങയുടെ പണി തുടരട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ പ്രചാരവേല തുടരട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങൾക്ക് എല്ലാ പിന്തുണയും. ഓക്കെ, താങ്ക് യു ശ്രീ പി ബേബി. അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസാണ് സംസാരിച്ചത്. അപ്പോൾ പോലീസ് വളരെ കാര്യക്ഷമമായ പരിശോധനകളൊക്കെ നടന്നുണ്ട്. അതിലൊക്കെ നമുക്ക് നല്ല വിശ്വാസമുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ.